ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ലേവ്യ പുസ്തകം 14-15 അധ്യായങ്ങളാണ്. ലേവ്യ പുസ്തകത്തിലെ 14-15 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ ജനങ്ങളുടെ വിശുദ്ധി, ശുദ്ധീകരണം, പുനഃസ്ഥാപനം എന്നിവയെക്കുറിച്ചുള്ള ദൈവിക നിർദ്ദേശങ്ങളെക്കുറിച്ച് തുടരുകയാണ്. ഈ അധ്യായങ്ങൾ ആദ്യം നോക്കുമ്പോൾ ആചാരപരമായ നിയമങ്ങളും ശരീരാവസ്ഥകളുമായി ബന്ധപ്പെട്ടവയുമായി തോന്നാം. എന്നാൽ അതിൻ്റെ ആഴത്തിൽ പാപം, ശുദ്ധീകരണം, പുനഃസ്ഥാപനം, മനുഷ്യ ദൗർബല്യം, ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ആത്മീയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദൈവം പുറമേയുള്ള ശുദ്ധിയെ മാത്രമല്ല, ഉള്ളിലുള്ള വിശുദ്ധിയെയും പുനഃസ്ഥാപിക്കപ്പെട്ട കൂട്ടായ്മയെയും കുറിച്ചും ശ്രദ്ധിക്കുന്നു എന്നതാണ് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 14-ാം അധ്യായം പ്രധാനമായും കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തിയുടെ ശുദ്ധീകരണ ചടങ്ങിനെയും അശുദ്ധമായ വീടുകളിലെ ശുദ്ധീകരണത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ബൈബിളിലെ സാഹചര്യത്തിൽ കുഷ്ഠം വെറും ഒരു രോഗമല്ലായിരുന്നു. അത് അശുദ്ധിയുടെയും വേർപാടിൻ്റെയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടലിൻ്റെയും പ്രതീകമായിരുന്നു. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടതുണ്ടായിരുന്നു. ആരാധനയിലും കൂട്ടായ്മയിലും നിന്ന് അവൻ വേർപിരിഞ്ഞിരുന്നു. എന്നാൽ രോഗശാന്തി ലഭിച്ച ശേഷം അവൻ സ്വന്തം അധികാരത്തിൽ തിരികെ വരാൻ പാടില്ലായിരുന്നു. ദൈവം പുനഃസ്ഥാപനത്തിനായി ഒരു ദൈവിക പ്രക്രിയ നിയമിച്ചു. പുരോഹിതൻ ആദ്യം പാളയത്തിന് പുറത്തേക്ക് ചെന്ന് രോഗമുക്തനായ വ്യക്തിയെ പരിശോധിക്കണം. ഇതിനാഴമുള്ള പ്രതീകാത്മക അർത്ഥമുണ്ട്. പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് പോകുന്നത് പാപികളുടെയും പുറത്താക്കപ്പെട്ടവരുടെയും അടുക്കൽ വന്ന് അവരെ പുനഃസ്ഥാപിച്ച യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ശുദ്ധീകരണ ചടങ്ങിൽ 2 പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. ഒരു പക്ഷിയെ ഒഴുകുന്ന വെള്ളത്തിന്മേൽ അറുക്കുകയും മറ്റേ ജീവനുള്ള പക്ഷിയെ രക്തത്തിൽ മുക്കി തുറന്ന വയലിലേക്ക് വിടുകയും ചെയ്തു. ഇത് ക്രിസ്തുവിലുള്ള യാഗമരണത്തെയും ഉയർപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെയും അത്ഭുതകരമായി മുൻകൂട്ടി കാണിക്കുന്നു. രക്തച്ചൊരിച്ചിലിലൂടെ ശുദ്ധീകരണവും പുനഃസ്ഥാപനവും സാധ്യമാകുന്നു. രോഗമുക്തനായ വ്യക്തി തൻ്റെ വസ്ത്രങ്ങൾ കഴുകുകയും തലമുടി ക്ഷൗരം ചെയ്യുകയും വെള്ളത്തിൽ കുളിക്കുകയും വേണം. ഈ പുറമേയുള്ള പ്രവൃത്തികൾ ഉള്ളിലെ ശുദ്ധീകരണത്തിൻ്റെയും പുതിയ ആരംഭത്തിൻ്റെയും പ്രതീകമായിരുന്നു. പിന്നീട് അകൃത്യയാഗം, പാപയാഗം, ഹോമയാഗം എന്നിവ അർപ്പിക്കപ്പെട്ടു. ചെവിയിലും കൈവിരലിലും കാൽവിരലിലും രക്തവും എണ്ണയും പുരട്ടിയത് മനുഷ്യൻ്റെ കേൾവിയും പ്രവൃത്തികളും നടപ്പും ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ദൈവശാസ്ത്ര സത്യങ്ങളിൽ ഒന്ന് ദരിദ്രരോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. രോഗമുക്തനായ വ്യക്തിക്ക് സാധാരണ യാഗങ്ങൾ അർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ ദൈവം ചെറിയ യാഗങ്ങൾ അനുവദിച്ചു. ഇത് പുനഃസ്ഥാപനവും ആരാധനയും സമ്പന്നർക്ക് മാത്രമുള്ളതല്ലെന്ന് വീണ്ടും നമ്മെ കാണിക്കുകയാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് വരാനുള്ള വഴി ദൈവം ഒരുക്കുന്നു. കൃപ മനുഷ്യ ദൗർബല്യങ്ങളെ ഉൾക്കൊള്ളുന്നു. 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വീടുകളിൽ കാണപ്പെടുന്ന പൂപ്പൽ അല്ലെങ്കിൽ അശുദ്ധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വീട്ടിൽ വ്യാപിക്കുന്ന മലിനീകരണം കണ്ടാൽ പുരോഹിതൻ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കണം. ചിലപ്പോൾ കല്ലുകൾ നീക്കം ചെയ്യുകയും ചുവരുകൾ ചുരണ്ടുകയും വേണം. അഴുക്ക് തുടരുകയാണെങ്കിൽ മുഴുവൻ വീടും പൊളിച്ചു കളയേണ്ടി വരും. ആത്മീയമായി ഇത് പാപത്തെയും അശുദ്ധിയെയും അവഗണിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. മറഞ്ഞിരിക്കുന്ന അഴുക്ക് അവസാനം മുഴുവൻ അന്തരീക്ഷത്തെയും ബാധിക്കും. അഴുക്ക് പടരുന്നതിന് മുൻപ് അതിനെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ആ വീട് നമ്മുടെ ഹൃദയത്തെയും കുടുംബത്തെയും സഭയെയും വ്യക്തിപരമായ ജീവിതത്തെയും സൂചിപ്പിക്കുക. ചെറിയ വഴിവിട്ടു പോകലുകൾ, കയ്പുകൾ, അശുദ്ധശീലങ്ങൾ, അസൂയ, ആത്മീയ അലംഭാവം എന്നിവ പൂപ്പൽ പോലെ പതുക്കെ പടരാം. മാനസാന്തരവും ആത്മീയ ശാസനയും വഴി അവ കൈകാര്യം ചെയ്യാത്ത പക്ഷം ഒരു കുടുംബത്തെയോ സഭയെയോ നശിപ്പിക്കാൻ ഇതിടയാകും. ദൈവം വ്യക്തികളിൽ മാത്രമല്ല, തൻ്റെ ജനങ്ങൾ പാർക്കുന്ന അന്തരീക്ഷങ്ങളിലും വിശുദ്ധി ആഗ്രഹിക്കുന്നു. 15-ാം അധ്യായം ശരീരസ്രവങ്ങളെയും ആചാരപരമായ അശുദ്ധിയെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും കാണപ്പെടുന്ന സ്വാഭാവികവും അസാധാരണവുമായ ശരീരാവസ്ഥകളെക്കുറിച്ചുള്ള നിയമങ്ങളാണിവ. ഇന്നത്തെ വായനക്കാർക്ക് ഇവ അസാധാരണമായി തോന്നാം. എന്നാൽ അവയ്ക്ക് ആഴമുള്ള ആത്മീയ അർത്ഥമുണ്ട്. ശരീരസ്രവങ്ങൾ വീണുപോയ മനുഷ്യ സ്വഭാവത്തിൻ്റെ ദൗർബല്യത്തെയും അശുദ്ധിയെയും മരണഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു. പാപം കൊണ്ട് തകർന്ന ലോകത്തിൽ മനുഷ്യൻ തുടർച്ചയായി പാപത്തിൻ്റെ ഫലങ്ങളാൽ ബാധിക്കപ്പെടുന്നു എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. അശുദ്ധിയെ സ്പർശിക്കുന്നവരും അശുദ്ധരാകും. ഇതിലൂടെ അശുദ്ധി എങ്ങനെ പടരുന്നു എന്ന് ദൈവം കാണിച്ചു. ആത്മീയമായി പാപവും മറ്റുള്ളവരെ ബാധിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾ, വാക്കുകൾ, മനോഭാവങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്നിവ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സഭകളെയും
നമുക്ക് തോന്നുന്നതിലും കൂടുതൽ സ്വാധീനിക്കുന്നു. അശുദ്ധിയുടെ ഗൗരവവും ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയും തൻ്റെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതേസമയം ഈ നിയമങ്ങൾ ദൈവത്തിൻ്റെ ക്രമവും മാന്യതയും സമൂഹാരോഗ്യത്തോടും ആരാധനയോടുമുള്ള അവൻ്റെ കരുതലും വെളിപ്പെടുത്തുന്നു. മനുഷ്യജീവിതത്തോടും ശരീരാവസ്ഥകളോടും ദൈവം അനാസക്തനല്ല. സാധാരണ ശാരീരിക അവസ്ഥകളും ദൈവിക നിർദ്ദേശങ്ങളുടെ കീഴിൽ കൊണ്ടുവന്നു. ഇന്ന് വിശ്വാസികൾക്ക് ഇത് നമ്മുടെ ശരീരം, ശീലങ്ങൾ, ബന്ധങ്ങൾ, സ്വകാര്യ ജീവിതം എന്നിവ ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവത്തിൻ്റേതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവശാസ്ത്രപരമായി ഈ അധ്യായങ്ങൾ യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന മഹത്തായ ശുദ്ധീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പഴയ നിയമത്തിൽ ആവർത്തിച്ചുള്ള കഴുകലുകളും യാഗങ്ങളും ആവശ്യമായിരുന്നു, കാരണം അവ പുറമേ ഉള്ളതും താൽക്കാലികവുമായിരുന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ രക്തത്തിലൂടെ സമ്പൂർണ്ണ ശുദ്ധീകരണം നൽകുന്നു. അവൻ അശുദ്ധരെ സ്പർശിച്ച് അവരെ ശുദ്ധരാക്കുന്നു. സുവിശേഷങ്ങളിൽ യേശു കുഷ്ഠരോഗികളെ സ്പർശിച്ചിട്ടും അവൻ അശുദ്ധനായില്ല. പകരം അവൻ്റെ വിശുദ്ധി അവരുടെ അശുദ്ധിയെ ജയിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തിയുടെ മഹത്വം കാണിക്കുന്നു. ഈ അധ്യായങ്ങൾ വിശുദ്ധീകരണ സിദ്ധാന്തത്തെയും ഓർമ്മിപ്പിക്കുന്നു. രക്ഷ എന്നത് പാപമോചനം മാത്രമല്ല, അത് ശുദ്ധീകരണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ആയുഷ്കാല യാത്ര കൂടിയാണ്. ചിന്തകളിലും വാക്കുകളിലും പെരുമാറ്റത്തിലും ആരാധനയിലും ബന്ധങ്ങളിലും ധാർമ്മിക ജീവിതത്തിലും വിശുദ്ധി പിന്തുടരുവാൻ ദൈവം വിശ്വാസികളെ വിളിക്കുന്നു. വിശുദ്ധി നിയമാനുസൃതതയല്ല, വിശുദ്ധനായ ദൈവത്തോടുള്ള പ്രതികരണമാണ്. ഇന്നത്തെ വിശ്വാസികൾ പലപ്പോഴും ഉള്ളിലെ ആത്മീയ ആരോഗ്യത്തെ അവഗണിച്ച് പുറമേയുള്ള വിജയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ലേവ്യ പുസ്തകം 14-15 നമ്മുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന മേഖലകളെ പരിശോധിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. അഹങ്കാരം, കാമം, കോപം, ക്ഷമിക്കായ്മ, കപടഭക്തി, രഹസ്യപാപങ്ങൾ തുടങ്ങിയ ആത്മീയ രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ പടരുന്നുണ്ടോ? ദൈവം പുറമേയുള്ള മതാചാരങ്ങളെ മാത്രമല്ല, ഹൃദയത്തിൻ്റെ യഥാർത്ഥ ശുദ്ധീകരണത്തെയും ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാന ആത്മീയ പാഠം അശുദ്ധിക്ക് ശേഷമുള്ള പുനഃസ്ഥാപനമാണ്. ദൈവം അശുദ്ധനായവനെ ശാശ്വതമായി തള്ളിക്കളഞ്ഞില്ല. പകരം അവനെ വീണ്ടും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനുള്ള വഴി ദൈവം ഒരുക്കി. ഇത് സുവിശേഷത്തിൻ്റെ ഹൃദയമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർതിരിച്ചാലും മാനസാന്തരത്തിലും പ്രായശ്ചിത്തത്തിലും കൂടി ദൈവം പുനഃസ്ഥാപനം നൽകുന്നു. ദൈവത്തിൻ്റെ ശുദ്ധീകരിക്കുന്ന കൃപയ്ക്ക് അതീതനായ ആരും ഇല്ല. അവസാനമായി ഈ അധ്യായങ്ങൾ ദൈവസന്നിധിയിൽ വസിക്കുവാൻ വിശുദ്ധി അനിവാര്യമാണെന്ന് ഊന്നി പറയുന്നു. ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നതിനാൽ ഇസ്രായേൽ വിശുദ്ധരായി നിലകൊള്ളേണ്ടതുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് വിശ്വാസികൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശുദ്ധിയിലും മാനസാന്തരത്തിലും ആത്മീയ ജാഗ്രതയിലും ദൈവകൃപയിലുള്ള സ്ഥിരമായ ആശ്രയത്താലും അടയാളപ്പെടുന്ന ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെടുന്നു. ദൈവത്തിന് മുൻപാകെ കൊണ്ടുവന്ന് ശുദ്ധീകരിക്കേണ്ട ആത്മീയ അശുദ്ധിയുടെ മറഞ്ഞിരിക്കുന്ന മേഖലകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? എൻ്റെ ചിന്തകൾ, ശീലങ്ങൾ, ബന്ധങ്ങൾ, സ്വകാര്യ ജീവിതം എന്നിവ ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ക്രിസ്തുവിൻ്റെ വിശുദ്ധി രൂപാന്തരപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? ഈ വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.